സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചുപോയത് അല്ലാഹ് ഈ നൂറ്റാണ്ടിൽ അതുപോലത്തെ ഒരു ബുദ്ധിമാൻ ജനിച്ചിട്ടില്ല പോലും, അങ്ങനത്തെ ഒരു ബുദ്ധിമാൻ ജനിക്കുകയില്ല പോലും. അല്ലാഹ് കൈകൾക്ക് സ്വാധീനമുണ്ടായിരുന്നില്ല, കാലുകൾക്ക് സ്വാധീനമുണ്ടായിരുന്നില്ല, മുഴുവൻ അവയവങ്ങൾക്കും പകരമായി പടച്ച റബ്ബ് ബുദ്ധി കൊടുത്ത മനുഷ്യനാ. ലോകം കണ്ട ഏറ്റവും വലിയ ജീനിയസാ. ആ മനുഷ്യൻ ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്, 100 കൊല്ലം കഴിഞ്ഞാൽ ഈ ഭൂമി ഇതുപോലെ ഉണ്ടാവുകയില്ല, ഈ പ്രപഞ്ചം ഇതുപോലെ ഉണ്ടാവുകയില്ല, ആകാശം ഇതുപോലെ ഉണ്ടാവുകയില്ല, ഈ സൂര്യൻ ഈ രൂപത്തിൽ ഉണ്ടാവുകയില്ല. ഈ ദുനിയാവാകെ മറിക്കപ്പെട്ട് മറ്റൊരു ലോകമായി തീരുമെന്ന് സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിൻസ് പ്രഖ്യാപിച്ചത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാ. 2050 ഒരു കലണ്ടർ ഇറങ്ങുമോ? 2100 ഏതാനും ഒരു കലണ്ടർ ഇറങ്ങുമോ? ഇറങ്ങുകയില്ല. അല്ല പറയുന്നു, മായൻദുറൂന, ഇനി ആളുകൾ ചിന്തിക്കേണ്ടതില്ല, പ്രതീക്ഷിക്കേണ്ടതില്ല. ഇല്ലാ സൈഹത്തൻ വാഹിദത്തൻ തഖുദുഹും വഹും യഖ്സിമൂൻ. ആളുകൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അങ്ങാടികൾ ജനനിബിഡമായി കൊണ്ടിരിക്കുമ്പോൾ, ടർഫുകളിലും ക്ലബുകളിലും കളികൾ സജീവമായി കൊണ്ടിരിക്കുമ്പോൾ, നിയമസഭയും ലോക്സഭയും രാജ്യസഭയും സജീവ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കോടതികളിൽ കേസുകൾ പൊടിപൊടിക്കുമ്പോൾ, അതേ രാഷ്ട്രീയമായിരിക്കുന്ന പ്രഭാഷണങ്ങളും മറ്റ് കോലാഹലങ്ങളും ലോകത്തുടനീളം നടക്കുമ്പോൾ, ഐക്യരാഷ്ട്രസഭ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, എല്ലാവരും അവനവന്റെ ജോലികളിലും ചുറ്റുപാടുകളിലും മുഴുകുമ്പോൾ, പെട്ടെന്ന് കേൾക്കാം സൈഹത്തൻ വാഹിദ, അതിഭയങ്കരമായൊരു ശബ്ദം കേൾക്കാം. ആ ശബ്ദം കേൾക്കുന്ന സമയത്ത് ആളുകളൊക്കെ അങ്ങോട്ട് നോക്കുന്നു, ആ ഭാഗത്തേക്ക് ചിന്തിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം, ഇന്നാലിന്ന പട്ടണത്തില് അതിഭയങ്കരമായി ഭൂകമ്പമുണ്ടായി, ലക്ഷക്കണക്കിന് മനുഷ്യന്മാര് അതേ ഭൂകമ്പത്തിൽ മരണമടഞ്ഞു, ബിൽഡിങ്ങുകൾ തകർന്നു, കെട്ടിടങ്ങൾ തകർന്നു, പർവ്വതങ്ങൾ മതാ പൊട്ടിപ്പൊളിഞ്ഞു. അല്ലാഹ്, ഒരു വർഷം മുമ്പല്ലേ കേരളത്തിലെ വയനാട്ടില് ഒരു നാട് മുഴുവനും അങ്ങ് രാത്രിയിൽ കിടന്നുറങ്ങിയതാ, സുഖലോലുപതയോടുകൂടി കിടന്നുറങ്ങിയതാ. നേരം വെളുക്കുന്ന സമയത്ത് 100-300 വീടുകൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രാമം കാണാനില്ല, ഒരു വീട് പോലും കാണാനില്ല. അന്ന് മുതൽ ഇന്ന് വരെ അവിടുത്തെ തെരച്ചിലുകളും പരിശോധനകളും നോക്കിയിട്ട് ഈ 300ഓളം വീടുകൾക്ക് എത്ര ചെങ്കല്ലുകൾ ഉണ്ടാകുമെന്ന് നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്ക്. ലക്ഷക്കണക്കിന് ചെങ്കല്ലുകൾ ഉണ്ടെങ്കിൽ ഒരു കല്ല് പോലും ഇന്ന് വരെ കിട്ടിയിട്ടില്ല, മറിഞ്ഞു പോയതാ. എത്ര കുടിച്ചാലും വലിയ വലിയ പാറക്കല്ലുകളല്ലാതെ ആ വീടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കപ്പെട്ട കല്ലുകളെവിടെ? കോൺക്രീറ്റ് സൗധങ്ങളെവിടെ? അതിന്റെ മറ്റുള്ളവ ഉരുപ്പടികളെവിടെ? എല്ലാം തകർന്നു പോയി. ഇതുപോലത്തെ സംഭവങ്ങൾ കേൾക്കുകയാ. അതിന്റെ അലയൊലികളും അവിടുത്തെ മറ്റ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും അവിടെ മറ്റ് കെട്ടിടങ്ങളും എല്ലാം ഉണ്ടാക്കി അവസാന ഡെവലപ്മെന്റ് ചെയ്യുമ്പോൾ കേൾക്കാം, അങ്ങകലെ അതിഭയങ്കരമായി
ഉരുൾപൊട്ടലുകൾ ഉണ്ടായി, അല്ലെങ്കിൽ പ്രളയമുണ്ടായി. ആ പ്രളയത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഒലിച്ചുപോയി. അതിന്റെ ശബ്ദങ്ങളും കോലാഹലങ്ങളും അതിന്റെ വാർത്തകളൊക്കെ കെട്ടടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കേൾക്കാം, അങ്ങ് ചൈനയിൽ നിന്ന് അതിഭയങ്കരമായിരിക്കുന്ന രോഗം പുറപ്പെട്ടു പോലും, ഒരു വൈറസ് പുറപ്പെട്ടിരിക്കുന്നു പോലും, ലോകത്തെ മുഴുവനും ഞെട്ടിച്ചിരിക്കുന്നു പോലും, ലക്ഷക്കണക്കിന് മനുഷ്യന്മാര് അതുകൊണ്ട് മരണപ്പെട്ടിരിക്കുന്നു പോലും. അതിനെതിരെയുള്ള പ്രതിവിധികളും അതിനെതിരെയുള്ള പ്രതിരോധങ്ങളുമൊക്കെ സജീവമായി നടന്ന് അതൊക്കെ ഒന്ന് ഡെവലപ്മെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാം, അതിഭയങ്കരമായി സമുദ്രത്തിൽ നിന്ന് അതാ തീരത്തിരമാലകൾ അടിച്ചു കയറിയിട്ട് സുനാമി അടിച്ചിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ നക്കിയെടുത്ത് പോലും കാണാനില്ല പോലും. ഇങ്ങനെ ഇനി തുടർന്നു കൊണ്ടിരിക്കുന്ന അപകടങ്ങളല്ലാതെ, ദുരിതങ്ങളല്ലാതെ, ദുരന്തങ്ങളല്ലാതെ ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല. ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് ഹബീബ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. സുബ്ഹാനല്ലാഹ്. അതിനുള്ള ലക്ഷണങ്ങളൊക്കെ മുത്തുനബി വളരെ കൃത്യമായി നമുക്ക് എണ്ണിപ്പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇദത്തുഹിദൽ ഫയുദി വലാ വൽ അമാനത്തു മഗ്നമാ വസ്സകാത്തു മഗ്റമാ വതുഇല്ലിമ ലിഗൈരിദ്ദീൻ വസാദൽ ഖബീലത ഫാസിഖും വലഹറത്തിൽ ഖൈനാത്ത് വകാന സഈമുൽ ഖൗമി അർദലഹും. അല്ലാഹ് പൊതുമുതൽ അവന്റെ സ്വന്തം സ്വത്ത് പോലെ കൈകാര്യം ചെയ്യാൻ അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കപ്പെടുന്നു, അവൻ ഇഷ്ടപ്പെടുന്നത് പോലെ ചെലവഴിക്കപ്പെടുന്നു, സ്വന്തം സ്വത്ത് പോലെ കൈകാര്യം ചെയ്യുന്നു. പൊതുമുതൽ ആ രൂപത്തിൽ അങ്ങ് കൈകാര്യം ചെയ്യപ്പെടാൻ തുടങ്ങിയാൽ സർക്കാരിന്റെ ഫണ്ടുകളും അതുപോലെ മറ്റു പൊതു ഫണ്ടുകളും അതൊക്കെ അവൻ ഇഷ്ടപ്പെടുന്നത് പോലെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ വസകാത്തു മഗ്റമാ. പടച്ച റബ്ബ് കൃത്യമായിട്ട് പറഞ്ഞ സക്കാത്ത് വളരെ തുച്ഛമായ സക്കാത്ത്, 2.5% സക്കാത്ത്. ലക്ഷക്കണക്കിന് ഉറുപ്പികയുണ്ടെങ്കിലും 2.5%മല്ലേ കൊടുക്കേണ്ടതുള്ളൂ. 10 ലക്ഷം ഉറുപ്പിക സ്റ്റോക്കുള്ളവൻ കൊടുക്കേണ്ടത് 25,000 ഉറുപ്പികയല്ലേ വേണ്ടതുള്ളൂ. ഇങ്ങനത്തെ സക്കാത്തൊക്കെ വലിയ ബാധ്യതകളായി, വലിയ പ്രയാസങ്ങളായി അത് മാറിക്കഴിഞ്ഞാൽ അതൊക്കെ വല്ലാത്ത ബാധ്യതകളാ, അതൊക്കെ വല്ലാത്ത കറാമയാ. ഈ രൂപത്തിൽ സക്കാത്തിനെ ആളുകൾ വെറുക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന കാലം വന്നാൽ ഹബീബായ തങ്ങൾ പറയുന്നു, ഓരോ കുടുംബത്തിലും നാട്ടിലുമൊക്കെ ഏറ്റവും വലിയ തമ്മാടികളും ദുർനടപ്പുകാരനും ഏറ്റവും വലിയ ഫോഡായ വ്യക്തികളും നേതാക്കന്മാരും അവിടുത്തെ കാര്യകർത്താക്കളുമായി തീർന്നാൽ അവരെടുത്ത നാടിന്റെ ഭരണമുള്ളത്, അവരെടുത്ത കുടുംബത്തിന്റെ ഭരണമുള്ളത്, അവരെടുത്ത കാര്യങ്ങളുടെ കിടപ്പുള്ളത്, ആ രൂപത്തിൽ നേതാക്കന്മാരായി ഏറ്റവും വലിയ ദുർനടപ്പുകാര് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നിസ്സാരനും നിന്യനുമായ ആളുകൾ കൗമിനെ നയിക്കുന്നവനായാൽ ഓരോരുത്തരെയും അവനവനെ പേടിച്ചുകൊണ്ട് ആദരിച്ചില്ലെങ്കിൽ അതേ വലിയ ആപത്തുകൾ സംഭവിക്കുമെന്ന് ഭയപ്പെട്ടു ഓരോരുത്തരെ പേടിച്ചിട്ട് ബഹുമാനിക്കുന്ന കാലം വന്നാൽ